ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വിശേഷങ്ങളാണ് കാണിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ രാവിലത്തെ തീപിടിപ്പിക്കലാണ് ഫസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ചോറാണ് കേട്ടോ, അതിൽ ചോറ് വെക്കാനുള്ളതാണ് ഫസ്റ്റ് പരിപാടി. ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മളെ വീട്ടിൽ കറിവേപ്പിൻ്റെ തൈ എവിടെ വെച്ചാലും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ വെച്ചിരുന്നു, അതും ഇപ്പോൾ അതെന്തോ കാരണത്താൽ ഞാൻ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങോട്ട് കയറാതിരിക്കാൻ ഇതൊക്കെ വെച്ചിരുന്നു, അതിപ്പോൾ ഇങ്ങനെ ഉണങ്ങിപ്പോയി. ഇത് ഞാൻ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേന്ന് 3 തൈയുണ്ടായിരുന്നു. ഇവിടെ ഒന്നും വെച്ച് ഇത് മാത്രം നല്ല ഇലകളൊക്കെ വന്നിരുന്നു, പിന്നെ അതും പോയി കിട്ടി. അപ്പോൾ ഇവിടെ ഈ കറിവേപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും പറയും മീൻ പൊരിക്കണേക്കും ഒക്കെ കറിവേപ്പില ഇട്ടാൽ നല്ലതുണ്ട്. ഞങ്ങളോട് കറിവേപ്പിലൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ കുറവാണ്. പിന്നെ കടയിൽ നിന്ന് വാങ്ങണ്ടേ, അപ്പോൾ ഞങ്ങൾ വാങ്ങിക്കലുമില്ല. പിന്നെ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് കുറേ 2-3 പ്രാവശ്യം കുറച്ചധികം കറിവേപ്പുകൾ കൊണ്ടുവന്നേന്ന് കേട്ടോ. അത് ഉണ്ട്, ഞങ്ങൾ ഫ്രിഡ്ജിൽ ഒരു കവറിലൊക്കെ വെച്ചിട്ട് അതേന് എടുത്തിരുന്നത്. ഇപ്പം അതും കഴിഞ്ഞിരിക്കണം. അപ്പോൾ കറിവേപ്പ് പറഞ്ഞ സാധനമൊന്നും ഇവിടെ ഉണ്ടാവലില്ല കേട്ടോ. പിന്നെ ഉണ്ടാക്കലില്ല പറഞ്ഞാൽ ഉണ്ടാക്കിയതാണ്, അത് പിടിച്ചിട്ടൂല. ഇവിടെ ചില സ്ഥലത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നത്. ഇതിലുള്ള ഈ ചെറിയ പൊടി വിറകുകളൊക്കെ പറഞ്ഞാൽ നമ്മൾ മരം ഒന്ന് മുറിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ വീണ് കിടന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാനൊരു കൊട്ടയിൽ അന്ന് വാരി വെച്ചിരുന്നു. ഇത് നിങ്ങൾ വാരിയതല്ലേ? ഞാൻ ഇതിൻ്റെ ചോട്ടുള്ള ഇവിടെ ഈ മരം വെട്ടിയപ്പോൾ ഇവിടുന്ന് വാരിയതാട്ടോ. ഞാൻ അപ്പുറത്ത് നിന്ന് വാരി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നല്ല ഉണങ്ങിയിട്ട്, അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്താൽ അത് അങ്ങനെ കത്തി കിട്ടും. ഇവിടെ അങ്ങനെ വെക്കടഞ്ഞ് കുറച്ച് അങ്ങോട്ട് നീക്കി കൊടുക്കാനാണ്. അതല്ല നിങ്ങളെ ബുദ്ധി. മനസ്സിലാക്കണം, നടക്കി. അപ്പോൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ മുറ്റൊന്നും അടിച്ചു വരിയിട്ടില്ല കേട്ടോ. ആ ഒരു സൈഡ് മാത്രം, അങ്ങോട്ടുള്ളത് മാത്രം അടിച്ചു വരികയുള്ളൂ, ഇങ്ങോട്ടുള്ളതൊന്നും അടിച്ചു വരിയിട്ടില്ല. അപ്പോൾ ഇവിടെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ എങ്ങനെയായാലും വീണ്ടും ഇവിടെ കച്ചറാവും, അതുകൊണ്ട് തന്നെ അടിച്ചു വരാത്തത് കേട്ടോ. അപ്പോൾ ഇതിലുള്ള കുറേ വേസ്റ്റ് ആയിട്ടുള്ള ഒക്കെ ഒഴിവാക്കാനുണ്ട്. ഇങ്ങനെ പരന്നിങ്ങനെ ഉണങ്ങി കിടക്കണം ഇവിടെ. അതൊക്കെ ശരിയാക്കലാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ കുറച്ചധികം തന്നെ ഇവിടെ ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. അതാണ് മുറ്റടിച്ചു വരാനത്. ഇവിടുത്തെ ഒരു കോലം കണ്ടാൽ ഞാൻ ബേക്കിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ കുറേ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ശർക്കരക്കേങ്ങാണ് കേട്ടോ അതിൽ നട്ടച്ചാണ്. അതൊന്നും ഉണ്ടാവൊന്നുമില്ല. നാവ് കൊടുക്കായിട്ടതാ മാതി നോക്കിയാൽ ഞങ്ങൾ പറിച്ചിടാൻ മതി. അപ്പോൾ അത് അന്ന് എൻ്റെ ഒരു പൊട്ട ബുദ്ധിക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു തൈ ഇവിടെ കൊണ്ടുവന്ന് നട്ടാണ് കേട്ടോ. കുഞ്ഞുതാത്ത തന്നാണ് എൻ്റെ ഈ വീട്ടിലത്തെ അയൽവാസി. ഓല് കഴിക്കാൻ കൊടുന്നപ്പോൾ അതിന് ഒരു കായ എടുത്തിട്ട് വെറുതെ ഒന്ന് മണ്ണിൽ വെച്ചതാണ്, കുഴിച്ചിട്ടതാണ്. അങ്ങനെ മുളച്ച് വന്നപ്പോൾ എനിക്ക് തന്നു, കൊണ്ടുപോയി കുഴിച്ചിട്ടാളാന്ന് പറഞ്ഞു കണ്ട. അങ്ങനെ ഞാൻ ഇവിടെ കൊടുത്തുകൊണ്ട് പടർത്തിയതാണ്. ഉണ്ടോ? പച്ചമാല അതിന് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ആ ഒന്നും ഉണ്ടാവില്ല, അത്രയും ചെറുത്. ഇതിൻ്റെ വണ്ണായിട്ടുണ്ടാവൂലേ? അറിയില്ല. അടിയിൽ പോയിക്കഴിഞ്ഞാൽ അതിന് എങ്ങനെ ഈ കല്ലുണ്ടായിട്ട് വയ്ക്കില്ല. അതിനിപ്പോൾ നിങ്ങൾ പൊളിച്ചടിച്ചല്ലേ, കാലുമൊക്കെ പോകും. എടുത്തുകാണ്ട് നമുക്കൊന്ന് കച്ചാലോ? അത് ഉണ്ടാവില്ല, ഉറപ്പുണ്ടാവില്ല. അതിൻ്റെ ആടനല്ലേ? ഇവിടെ ആടനെ വെക്കാനും വയ്ക്കൂല. പിന്നെ ഒന്ന് ഇവിടെ നോക്കി കാണി, ഇക്കറിയാതെ ഉണ്ടാവില്ല. ഒരു സാധനം കുട്ടി അപ്പോൾ ഇല്ല, ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ ആ കണ്ടാൽ അറിയണ്ടാവില്ല. അപ്പോൾ ഒന്നുമില്ല. അവിടെ നെട്ടാണി മണ്ണ് കോഴിയുണ്ട് കണ്ടാതൊക്കെ കൂടി ചിക്കി പെനക്കാൻ. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഒരു നാരങ്ങത്തിൻ്റെ ഇലകളാണ് ഈ ഒരു ഉണങ്ങി കിടക്കുന്നത്. ഈ ചാക്കിലൊക്കെ ഞാൻ അന്ന് വെച്ചതാണ്. അപ്പോൾ ഇത് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല മണ്ണിട്ട് കൊടുക്കണമല്ലോ. അതൊന്നും മണ്ണില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അത് ഉണ്ടാവാത്തത്. ഇല്ലെന്നു അങ്ങനല്ലേ? അറിയില്ല. കണ്ട ഇതല്ലേ വലുതാവല്? അല്ല, ഇതല്ലേ ഇനി തടിച്ച് വരല് ഇതിൻ്റെ ഈ സാധനം. ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ വലിച്ചെടുക്കുകയാണ് ഗായ്സ്. വലിച്ച് വൃത്തിയാക്കുന്നു. അപ്പം ദമ്മക്ക് വർക്കത്തിനൊന്ന് കിട്ടിയിരുന്നു കേട്ടോ. അന്ന് നട്ടേന് പച്ചക്ക് എന്തായാലും വെറുതെ മുറിച്ചാണി തിന്നണ്ട. ഞാൻ അപ്പോൾ തിന്നാൻ പറഞ്ഞപ്പം തിന്നണ്ട. അപ്പോൾ നമുക്ക് ഏതായാലും നട്ട് വെച്ചതിന് വർക്കത്തിന് കിട്ടിയിരിക്കുന്നു കേട്ടോ.
അപ്പം ഞാൻ ഇവിടെ എന്തായാലും വെക്കുന്നുണ്ട്, പിന്നെ തിന്നാം. ഇതൊക്കെ ഇങ്ങനെ വലുതാവണേണ്, മണ്ണുള്ളോടത്ത് വലുതായിക്കണ്. ഇതിൻ്റെ ഉള്ളിലുണ്ടാവും മണ്ണുള്ളോടത്ത് മണ്ണുള്ള ഭാഗത്ത് കായ വലുതായിക്കണം കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടലിൽ ഞാൻ നട്ട് വെച്ചതാണ്. അപ്പോൾ ഇവിടെ ആദ്യം മുളക് തെയ്യാളെ എന്നിട്ട് ഈ ചാക്കിലൊക്കെ, പിന്നെ അത് ഉണങ്ങിപ്പോയപ്പോൾ ഈ ചെക്ക റബ്ബെ ഞാൻ കാലുമൊക്കെ ഇടുമല്ലോ, ആ കല്ലാട്ടണേ പോടുന്ന്. ആ മണ്ണിൽ നേരെ അത് കൊണ്ടുവന്നപ്പോൾ അത് വെച്ചുകൊടുത്തതാണ് കേട്ടത്. ഈ കർമ്മത്തി ഉറയിലാണല്ലോ, ആ കവറിലാണ്. നിങ്ങൾ പിന്നെ എന്താ വിചാരിച്ചു? ഞാനതൊക്കെ കൊട്ടാതെ അതിലൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ മതി. അപ്പോൾ ഇത് അവിടെ ഉള്ളതൊക്കെ വലിച്ചിട്ട് ഇത്ര ആക്കിയിട്ടാണ്. ഇതിന് ചെറിയ കൈക്കോട്ട് എടുക്കാൻ പോയതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു കിഴങ്ങ് കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് കളച്ച് നോക്കട്ടെ. ആ ചാക്ക് നമുക്ക് എടുക്കാൻ ചിലപ്പോൾ ഉണ്ടാവും. ഇവിടെ കണ്ട അങ്ങനെ ഒരു സാധനം കാണുന്നു. ഇതാ ഇവിടെ ഒരു കിഴങ്ങുണ്ട്. ആ ചാക്കിലാണ് കേട്ടോ ഓമക്കായൻ്റെ തെയ്യുള്ളത്. ഇനി ഉണ്ടാവില്ലേ കാര്യം, അതാണ് അതിൻ്റെ അടിവേര്. വെച്ച് നോക്കാം. നേരത്തെ കിട്ടിയ പോലെ തന്നെ ഒരു ചെറുത് വടി ഉണ്ട് അല്ലേ? ആ ഇവിടെ ഉള്ളത് കുറച്ച് വലുതാണ് കേട്ടോ. നമുക്കിപ്പോൾ പുഴുങ്ങി അട്ടച്ചതിലൊരു കൊണൊക്കെ ഉണ്ടായില്ലപ്പോൾ. ഏതെന്താ ഇതിനെ? വലിയൊരു ചക്കര കേങ്ങ് അല്ലേ? ഇതാണ് ചക്കര ഇവിടെ കാകെ ഒന്ന് കളച്ചോക്കാൻ അവിടെ പോയിട്ടാവുന്നുണ്ടായത്. ഇവിടെ ഇത്രയും മണ്ണുണ്ടായിട്ടില്ല. ആ അവിടെ അധികം മണ്ണുണ്ടായിട്ട്. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ വിചാരിച്ചോടത്തോടത്താണ് ഉണ്ടാവുക. അതിൻ്റെ ചോട്ട് പോയിട്ടുണ്ടായിക്കണം. ഇവിടെ നല്ല മണ്ണുണ്ട്, ഇതിലൊന്നും ഉണ്ടായിട്ടും ചെയ്തിട്ടില്ല. നല്ല മണ്ണാണ്. അവിടെ ഉറച്ച മണ്ണായിരുന്നു. അവിടെ പോയിട്ട് വലിയൊരു കിഴങ്ങുണ്ടായി. ഇവിടെയൊക്കെ ചെറുത് രണ്ടെണ്ണം കിട്ടി ഇവിടുന്ന്. ഒന്നുമില്ല കേട്ടോ. അതിലൊക്കെയാണ് ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. മണ്ണൊന്ന് നീക്കി വെക്കുക, ഉണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇല്ല, അതതിൻ്റെ തന്നെ അല്ലേ? വലിയ പേരായിട്ടാണ് പൊയ്ക്കുക. ഇല്ല, അമ്മക്കാഴന്മാരെ അതാ മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടാനിട്ട് അതിന് ഇവിടെ ഉള്ള എല്ലാവും അതിന് കൂട്ടി കൊടുക്കണം. അപ്പോൾ അത് വളഞ്ഞ് പോണത് എന്താ വെച്ചാൽ അത് വളഞ്ഞിട്ട് അങ്ങോട്ടാണ് പോണത്. ഈ ഒരു നാരങ്ങൻ്റെ കൊമ്പ് ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ആണ്ട് പോണത്. അപ്പം നമ്മൾ കൊമ്പ് വെട്ടാന്ന് പറഞ്ഞാൽ അപ്പം അതിമൊരു ചെറിയ നാരങ്ങ ഉണ്ടാവണമുണ്ട്. നല്ല മുള്ളാണ്. എങ്ങനെ വെട്ടാനാ ഞങ്ങൾ കണ്ടുകണ്? കത്തിയേറ്റ് മുറിച്ചേണ്ടി വരും. ആ വെട്ടി. നല്ല സഞ്ചാരമാണ് ഇതിൻ്റെ മുള്ളു കുത്തിയാൽ. ഈ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ആ പൂർത്താണിമ്മ നിർത്തരി നിങ്ങത് പൂ കാണിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ഇട്ട് ഈ ഒരു പൂവാണ് കേട്ടോ. ഒരു ഉണ്ട പൂവാണ് ഇതിമ്മ ഉണ്ടാവൽ. അപ്പോൾ കിട്ടിയത് ഇതാ ആ വലുതാണ് കേട്ടോ അതിലുള്ളത്. കുറച്ചെങ്കിലും വലുത് അതാണ് ഇന്ന് ചായക്കടിയായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ കുക്കറിൽ ഉപ്പിടണ്ടേ? ഉപ്പും വെള്ളം കൂടെ ഇട്ടിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. ആ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ വേസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓമക്കായൻ്റെ തൈ വേര് പൊട്ടിക്കണം കേട്ടോ ചെറുതായിട്ട്. എന്നാലും വെച്ച് കൊടുത്തുക്കണം അങ്ങോട്ട്. പിന്നെ ഇതിന് മണ്ണിട്ട് കൊടുത്തു. എല്ലാ മണ്ണും ഇതിൻ്റെ ചോട്ടുക്ക് കൂട്ടി. പിന്നെ ഈ ഒരു ഇതൊന്നും അങ്ങനെ ഇതിൻ്റെ മധുരക്കിഴങ്ങിൻ്റെ ചെറിയ 3 കൊമ്പുകൾ 4-5 കൊമ്പുകൾ ഇവിടെ തന്നെ കുത്തിയേക്കണം കേട്ടോ. വേറെ ഒന്നും കുത്തിയിട്ട് അവിടെ കുറച്ച് മണ്ണിട്ടിട്ട് ഇവിടെ കുത്തിയേക്കണം. ഇനി ഇവിടുന്നൊക്കെ അടിച്ചു വരിയിട്ട് ഈ വേസ്റ്റൊക്കെ ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഇടുക കേട്ടോ.
ആ മണ്ണും പിന്നെ ഈ വേസ്റ്റൊക്കെ അതിൻ്റെ ഒട്ടുക്ക് തന്നെ പോയിക്കോട്ടെ വെച്ചിട്ട് ആ കിണഞ്ഞ് പരിപാടികൾ. അപ്പം ഞാൻ അടിച്ചു വരിയിട്ട് അങ്ങോട്ട് ഇടാണ്ട് ഏത് ഇതൊക്കെ അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇനി തിന്ന് കഴിഞ്ഞിട്ടിട്ടാ. അപ്പോൾ ഞാൻ മധുരക്കിഴങ്ങ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കഴിച്ച് ഇവിടെ ഒന്ന് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുക്കണ ആരും. ഇനി ഇത് കഴിച്ച് പോയിട്ട് വേണം വീഡിയോ എടുക്കാൻ. ആക്കല്ല. അപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ട് അടിച്ചു വരിയിട്ട് നല്ല വെയിലും വന്നിക്കണ്. പിന്നെ എല്ലാം വിടുക്കന്നെ ഇട്ട് വേസ്റ്റ് ഇട്ടാ. എന്താ വെച്ചാൽ കോഴി ചിക്കും അല്ലെങ്കിൽ കോഴിൻ്റെ കണ്ണട്ടിയാൽ ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ഉള്ളത്. ഇവിടെ ഉണ്ട് ഒന്ന്, അതേപോലെ ഇവിടെ ഒന്ന് തെയ്യാളിട്ട നട്ടതിന്ന്, പിന്നെ ഇവിടെ ഒന്ന് ഇടയിൽ അറിയണ്ടാച്ചിട്ടുണ്ടാവും. കോഴിയെല്ലാം ഇങ്ങനെ ഇട്ട് ചിക്കി പരത്തും. അപ്പോൾ ഇന്ന് രാവിലെ മുറ്റത്ത് നടന്ന കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതേപോലെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് തരാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ബായ്.